தீபாவளிக்கு நமக்கு ரொம்ப சீக்கிரம் பண்ணி எடுக்கிற ஒரு ஸ்வீட் பலகாரமாக்கும் இனிப்பு சேவை இல்லாட்டன்னா மதுரை சேவான்னு சொல்லுவா. ஸ்வீட் சேவு எப்படி பண்ணுறது பார்க்கலாம். நல்ல கிறிஸ்பியான இந்த இனிப்பு சேவை பண்ணி எடுக்கிறதுக்கு 2 കപ്പ് കടല മാവും 1 കപ്പ് അരിശിപ്പൊടിയും നന്നായി ചലിച്ചെടുക്കുന്നത്. അതിൽ ഒരു 1/2 ടീസ്പൂൺ തന്നെ ഉപ്പ് ചേർക്കപ്പെടും. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് തേവയ്ക്കകത്ത വെള്ളം ചേർത്ത് നല്ല മാവ് നല്ല സോഫ്റ്റാണ് മാവ് കടക്കുന്നത് വരെ പിശഞ്ഞെടുക്കരുത്. അതിൽ ചൂട 1 ടേബിൾ സ്പൂൺ എണ്ണയും ചേർത്ത് നന്നായി പിശഞ്ഞെടുത്ത് ഇതുപോലെ പ്ലെയിൻ അച്ചിൽ വേണം പിഴിഞ്ഞെടുக்கிறதுக்கு. മാവ് നാഴിയിൽ ഇതുപോലെ ഫില്ല് പണി നല്ല ചൂടെണ്ണയിൽ ആദ്യം പിഴിയല. അത് കഴിഞ്ഞ് പാനിലെ ഒരു മീഡിയം ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് നല്ല ക്രിസ്പിயாக ഒച്ച അടങ്ങുന്നത് വരെ വറുത്തെടുക്കല. ഒച്ച അടങ്ങി വെച്ചാൽ അത് നന്നാ വെന്തിരിക്കുന്നു നമുക്ക് തിരിയും. ഇതുപോലെ നന്നാ ചത്തം അടങ്ങിനേക്ക് പിറക് അത് ഇതുപോലെ ചിന്ന പീസസ് മുറിച്ചെടുത്തിട്ടാൽ പോരും. ഉൾഭാഗം ഇതുപോലെ പൊള്ളയായിരിക്കണം. അതാക്കും അതോടെ കറക്റ്റ് ടെക്സ്ചർ. ഇതൊക്കെ 2 കപ്പ് ജീനിയിൽ 1 കപ്പ് വെള്ളം വിട്ട് നമുക്ക് ജീനിയെ നന്നായി തിളച്ച് ഒരു കമ്പി പദം വറുത് വരെ തിളപ്പിച്ചെടുക്കല. ഇതുപോലെ 1 കമ്പി പദം കടയ്ക്കുമ്പം അതിൽ 1 ടീസ്പൂൺ ഏലക്കാത്തൂളും നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളും പോട്ട് നന്നായി മിക്സ് പണി എടുത്തുടலாம். ഗ്യാസ് ഓഫ് ചെയ്തിടണം. നന്നായി മിക്സ് പണിൻ്റെ ഇരിക്കണം. കൈവിടാமல் ഇതുപോലെ കിളറിൻ്റെ ഇരിക്കുമ്പം ജീനി കറക്റ്റ് அந்த കഷ്ണങ്ങളിൽ പിടിച്ച് യൂണിഫോமாக കിട്ടുകയും ചെയ്യും. നമുക്ക് ഉതിരുതിര കടയ്ക്കുകയും ചെയ്യും. ചത്തം കേൾക്കുമ്പോൾ தெரியும் എത്ര ക്രിസ്പിயாக இருக்குன்னு. എല്ലാവരും ദീപാവലിക്ക് ഇനിപ്പ് സേവ ഇതുപോലെ பண்ணி பாருங்க. குழந்தைகளுக்கு ரொம்ப பிடிக்கப்பட்ட இந்த ஸ்வீட்டு நமக்கு நன்னா தണുத்ததுக்கு பிறகு பாக்ஸில் போட்டு ஸ்டோர் பண்ணி வைக்கவும் செய்யலாம். எல்லாரும் ட்ரை பண்ணி பாருங்கள்.